ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ബാലു എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഥ കേൾക്കാം. കഥ കേട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ബാലു. എനിക്ക് ഏകദേശം 22 വയസ്സുണ്ട്. വീട്ടിലാണെങ്കിൽ ജോലിയും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ തന്നെ പോകുന്നില്ല. അങ്ങനെ ഒരു സമയത്തായിരുന്നു അച്ഛൻ്റെ പരിചയക്കാരിൽ ഒരാൾ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. ആ സമയത്ത് തന്നെ ഞാൻ ചോദിച്ചു, എവിടേക്കാണ് എനിക്ക് ജോലി എന്ന് ചോദിക്കുന്ന സമയത്ത് ആള് പറഞ്ഞു, അത് തൊട്ടടുത്ത വീട്ടിലൊരു ആൾക്കാരുണ്ട്, അവർക്കൊരു ഡ്രൈവറെ വേണം, പിന്നെ അവര് കുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം നീ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം, അത്ര മാത്രമേ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് എന്നെ അവിടേക്ക് കൊണ്ടുവന്നത്. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അതൊരു വലിയ വീടായിരുന്നു. അത്യാവശ്യം 2 നിലയും പിന്നെ മണിച്ചിത്രത്താഴും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു വലിയ വീട്. ഞാൻ അവിടേക്ക് ചെന്ന് കയറുമ്പോൾ ഒരു മധ്യവയസ്കൻ അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. ആളെ കണ്ട സമയത്ത് തന്നെ ആള് പത്രം വായിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്തോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണെന്ന് തോന്നുന്നു. അമേരിക്കക്കാരല്ലേ, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിരിക്കും വായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അയാൾ ഞങ്ങളെ കണ്ട സമയത്ത് തന്നെ പത്രം താഴേക്ക് വെച്ചു. ശേഷം ഞങ്ങളുടെ അടുത്ത് കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആളെ കാണുമ്പോൾ നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അവിടുത്തെ എന്തോ കാരണവരനായിരിക്കുമെന്ന്. പക്ഷേ പതുക്കെ പതുക്കെയാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതവിടുത്തെ ആ ഒരു മനുഷ്യൻ അവിടുത്തെ അമേരിക്കൻ അമ്മയുടെ ഭർത്താവായിരുന്നു. പക്ഷേ നല്ലൊരു ജെന്റിൽമാനായിരുന്നു ആള്. എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് തന്നെ തോന്നി, എത്ര നല്ല ആൾക്കാരാണല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പെട്ടെന്നായിരുന്നു അവർ ഞങ്ങളെ അകത്തേക്ക് വിളിച്ചത്. അങ്ങനെ കുറേ സമയം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു സാരി ഉടുത്ത സ്ത്രീ താഴേക്ക് ഇറങ്ങി വരുന്നത്. അവരെ കണ്ട സമയത്ത് തന്നെ ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്തൊരു സൗന്ദര്യമാണ് എന്ന് ഞാൻ വിചാരിച്ചു. അത്യാവശ്യം ഒരു 32 വയസ്സ് പ്രായം തോന്നിക്കും. പിന്നെ സാരിയായിരുന്നു വേഷം. ആ ഒരു നടപ്പിൽ ഒരു കുണുങ്ങി ഒരു നടപ്പുണ്ട്. തലയിൽ കനകാമ്പരി പോലെ എന്തോരും ചൂടിയിട്ടുണ്ട്. ഒരു മുല്ലപ്പൂവും കനകാമ്പരവും ചേർത്ത് എന്തോ ഉണ്ടാക്കിയൊരു പൂവാണെന്ന് തോന്നുന്നു. പിന്നെ പട്ടുസാരിയും ചെറിയ സ്വർണ്ണമാലയും കൂടിയിട്ടാണ് ആളുടെ വരവ്. ആള് വന്നു കയറിയ സമയത്തന്നെ ചൂടെടുക്കുന്നത് പോലെ എന്തോ നാഗ്യം കാണിച്ചു. ശുശു, എന്തൊരു ചൂട് എന്നൊക്കെയുള്ളൊരു ആംഗ്യമായിരുന്നു പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ. ശേഷം ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ റിമോട്ട് എടുത്തിട്ട് ആള് ആ ഒരു ഫാൻ ഓണാക്കി. ഞാൻ ആ സമയത്തായിരുന്നു കാണുന്നത് റിമോട്ടിൽ ഓടുന്ന ആ ഒരു ഫാനും കാര്യങ്ങളൊക്കെ. ശരിക്കും എൻ്റെ വീട്ടിൽ ചെറിയ പഴയൊരു ടേബിൾ ഫാനുണ്ട്. അത് മാത്രമായിരുന്നു ഞാൻ അവസാനം കണ്ടത്. ഇത് കണ്ട സമയത്ത് തന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ശേഷം അവർ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് കാലെടുത്ത് കാലിൻ്റെ മേളിൽ കാല് കെട്ടി വെച്ചിരുന്നു. അത് കണ്ട സമയത്ത് ഞാൻ അതിശയത്തോടെ നോക്കി. കാരണം എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും ഇതേപോലെ കാലുമേ കാല് കെട്ടി ആരുടെ മുന്നിലിരിക്കുന്ന കണ്ടിട്ടില്ല. ഇതെന്താണ്, അമേരിക്കക്കാരായതുകൊണ്ടാണോ എന്ന് ഞാൻ വിചാരിച്ചു. അവർ വന്ന സമയത്ത് തന്നെ ഞാൻ ആ മധ്യവയസ്കനെ നോക്കി. അയാൾ ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, ആളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതുവരെ ഞങ്ങളുടെ അടുത്തെല്ലാം കാര്യമായിട്ട് സംസാരിച്ചാണല്ലോ. പെട്ടെന്നായിരുന്നു ആ ഒരു സ്ത്രീ അവരുടെ വാചകങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരുന്നത്. തുടങ്ങി വെച്ച സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി, ആ സ്ത്രീയാണ് അവിടുത്തെ ഭരണക്കാരി എന്നുള്ള കാര്യം. അവർ വന്നിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു മണമടിച്ചു. നല്ല അടിപൊളി പെർഫ്യൂമിൻ്റെ മണം. പണ്ടെപ്പോഴോ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ സൈനബയുടെ അവരുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഇതേപോലെ ഒരു സ്പ്രേയുടെ മണം അടിച്ചിരുന്നു. അവര് നല്ല കാശുകാരായിരുന്നു. ആ സമയത്ത് സൈനബ പറയുന്നുണ്ടായിരുന്നു, ഡയറിൻ്റെ പെർഫ്യൂമാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇതെന്തോ കൂടിയ സാധനമാണെന്ന്. അതുപോലെ തന്നെ ഈ അമേരിക്കക്കാരും നല്ല എന്തോ കൂടിയ സാധനമാണ് അടിച്ചേക്കുന്നത്. നല്ല മണം ഇവിടെ തന്നെ അടിക്കുന്നുണ്ട്. അവർ വന്നിരുന്നതും ഞങ്ങളോട് ഒരു ധിക്കാരം പോലെ സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, നേരത്തെ എവിടെയാണ് വർക്ക് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ അങ്ങനെ വർക്കൊന്നും ചെയ്തിട്ടില്ല മാഡം എന്ന് പറയുമ്പോൾ ഞാൻ അയാളെ തന്നെ നോക്കി. അയാൾ പറഞ്ഞു, ഇവനിവിടെ വർക്കൊന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ കുറച്ച് പ്രാരാബ്ദമൊക്കെ ഉണ്ടായിരുന്നു മാഡം,
അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ കൊണ്ട് ആക്കാന്ന് വെച്ചു. അല്ലാതെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കേട്ട സമയത്ത് തന്നെ ആ സ്ത്രീ തുടങ്ങി വെച്ചു, ലുക്ക് അറ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാൻ തുടങ്ങി. അതെ, ഇവിടെ ജോലിയും കാര്യങ്ങളും ഡ്രൈവിങ് മാത്രമല്ല, രാത്രിയിൽ എൻ്റെ മുറിയിൽ വെള്ളം കൊണ്ടുവെക്കണം, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തരണം, പിന്നെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്നാണ് വരുത്താറ്, പിന്നെ രാത്രിയിൽ എന്തെങ്കിലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് ഒറ്റ വാക്കിൽ അവർ പറഞ്ഞു നിർത്തി. അത് കേട്ട സമയത്ത് ഞാൻ തന്നെ ആലോചിച്ചു, ഇവരെന്തൊരു സ്ത്രീയാണ്, ഈ മനുഷ്യനൊന്നും മിണ്ടുന്നില്ലല്ലോ. അയാൾ ഒരു അച്ചടക്കം പോലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മധ്യവയസ്കൻ അയാൾ ഇവരുടെ ഭർത്താവാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. ശേഷം ഞാൻ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞ സമയത്ത് തന്നെ അവർ അയാളോട് പറഞ്ഞു, നിങ്ങൾ ജോലിയുടെ കാര്യങ്ങളെല്ലാം ഇയാൾക്ക് പറഞ്ഞു കൊടുക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇയാളെടുത്ത് പൊക്കോളം പറയൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞതിന് ശേഷം അയാൾ ഓരോ കാര്യങ്ങളായി എനിക്ക് പറഞ്ഞു തന്നു. ശേഷം അയാൾ എന്നോട് പറഞ്ഞു, ഞാനെന്നാൽ ഇറങ്ങിയാണ്, ബാക്കിയെല്ലാം നിന്റെ കാര്യങ്ങളാണ്, നീ തന്നെ ചെയ്ത് പഠിക്കുക, എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട എന്ന് അയാൾ പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അയാൾ പോയി. ആ സമയത്ത് തന്നെ അയാൾ പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മുറി കാണിച്ചു തന്നു. ദേ, ഇതാണ് നിൻ്റെ മുറി, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകണ്ട, വലിയ വലിയ ആൾക്കാരാണ്, പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി, അതുകൊണ്ട് നീ ഒന്ന് കരുതിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയായി, സമയം ഒരുപാട് ഇരട്ടി. ആ സമയത്തായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയത്. അടുക്കളയിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുള്ള ജോലിയിൽ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു. ആ സമയത്ത് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ്ങിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് അവരവിടേക്ക് വന്നു. പെട്ടെന്ന് എന്നെ കണ്ട സമയത്ത് തന്നെ ചോദിച്ചു, എന്തായി ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ആ സമയത്ത് ഞാൻ മറുപടി പറഞ്ഞു, അതേ മാഡം, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു വരുന്നു, ഇപ്പം തന്നെ തീരും എന്ന് പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഓക്കെ, എല്ലാം ശരിയാക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പോയി. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാനത് കുളിച്ച് ഫ്രഷായി അകത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് മുറിയിലേക്കും. ആ സമയത്ത് എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഞാൻ വീട്ടിലിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഷോർട്ട്സും പിന്നെ ഒരു ബനിയനും എടുത്തിട്ടു. ശേഷം ഞാൻ കണ്ണാടിയുടെ മുന്നിൽ അതിൻ്റെ മുടിയെല്ലാം ഒന്ന് ചീകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരോ ഒരാൾ മുറിയിൽ ആ ഒരു ഡോറിൽ മുട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതെ, ആരോ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പതുക്കെ തന്നെ ആ ഒരു കതക് തുറന്നു. ഞാൻ കതക് തുറന്നതും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് മാഡമായിരുന്നു. ചേട്ടാ, മാഡം ഈ രാത്രിയിലോ? പെട്ടെന്ന് ഞാൻ രാവിലെ കണ്ട ആ ഒരു കോലമേ അല്ലായിരുന്നു മാഡത്തിൻ്റെ. രാത്രി ആയിക്കഴിഞ്ഞാൽ മാഡം അത്യാവശ്യം മോഡേണായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കാറുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലാരും അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാഡം എത്ര മോഡേണാണ്. നമ്മൾ ആ ഒരു ചിന്താഗതിയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല മാഡത്തിൻ്റേത്, എല്ലാം ഡിഫറെൻ്റ് തന്നെയാണ് എന്ന് ഞാൻ ഒരു നിമിഷം മനസ്സിലാക്കി. പെട്ടെന്ന് ഞാൻ മാഡത്തിനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മാഡം എൻ്റെ അടുത്ത് ഒന്ന് കലിപ്പിച്ച് ചോദിച്ചു, നിൻ്റെ അടുത്ത് വെള്ളം വെക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്താണ് അത് വെക്കാത്തത്? എന്താണ്, മടി എന്തെങ്കിലും കാരണം കൊണ്ടാണോ, അതോ ഇത് ബോധമില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ കലിപ്പിച്ച് സംസാരിക്കുമ്പോഴും ഞാനൊന്നും കേൾക്കുന്നില്ലായിരുന്നു. മാഡത്തിനെ ഞാനങ്ങനെ നോക്കി നിന്നു. എന്താണ് നീ പൊട്ടം കളിക്കുന്ന കണക്ക് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പിന്നെയും വന്നു. പെട്ടെന്ന് ആ ഒരു സമയം ഞാൻ ഉണർന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മറന്നു പോയതാണ് മാഡം, ഞാൻ അവിടേക്ക് കൊണ്ടുവച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെള്ളവും എടുത്തുകൊണ്ട് മാഡത്തിൻ്റെ മുറിയിലേക്ക് പോയി. വലിയൊരു ഗ്ലാസ്സായിരുന്നു കൊണ്ടുപോകുന്നത്. അത് അത്യാവശ്യം കൂടിയ ഗ്ലാസ്സാണെന്ന് എനിക്ക് അന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമായിരുന്നു, മാഡം ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ അയാളവിടെ, ആ മധ്യവയസ്കൻ എന്ന് ഒരു നിമിഷം ചിന്തിക്കുമ്പോഴാണ് ആ മധ്യവയസ്കൻ തൊട്ടടുത്ത റൂമിലാണ് കിടക്കുന്നത്. അതെന്താ അങ്ങനെ? അവർ ഭാര്യയും ഭർത്താവുമല്ലേ, പിന്നെന്താ അവരങ്ങനെ കിടക്കുന്നത് എന്ന് ഞാൻ തന്നെ ഒരു നിമിഷം ചിന്തിച്ചു. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്, അവർ തമ്മിലുള്ള ആ ഒരു അന്തർധാര അത്ര സജീവമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ടാണ് അവർ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നത്. ഞാനൊരു നിമിഷം അവിടേക്ക് ചെന്ന് മാഡത്തിൻ്റെ മുറിയിൽ വെള്ളം കൊണ്ടുവച്ചു. പെട്ടെന്ന് മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാലു ഇവിടെ വരൂ, വന്നിട്ട് ഈ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട്
എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ശേഷം ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കിയിരിക്കുമ്പോൾ മാഡം പെട്ടെന്ന് എന്നെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വൃത്തിയാക്കുന്നതല്ല. പെട്ടെന്ന് എന്നെ ഒന്ന് ആജ്ഞാപിച്ച് പറയുന്ന പോലെ എല്ലാം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിടും എന്നും കൂടി പറഞ്ഞു. ആ സമയത്ത് ഞാനെല്ലാം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയായിരുന്നു. ആ സമയത്ത് തന്നെ മാഡം തൊട്ടടുത്ത മുറിയിൽ തന്നെ ഒരു സോഫ ഉണ്ടായിരുന്നു. അത് കണ്ടാൽ രാജാക്കന്മാര് പണ്ടിരിക്കുന്നത് പോലെ ആ ഒരു തോന്നൽ തോന്നും. അത്രയ്ക്ക് ആർഭാടമായിരുന്നു ആ സോഫ. അവിടേക്ക് കയറി കാലമേ കാലം വേറ്റി വെച്ചിരുന്നു. ഞാനത് കണ്ടു കഴിഞ്ഞ സമയത്ത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു അത്. ഒരു പൗരുഷമുള്ള ഒരു ആൺപിള്ളാരിയിരിക്കുന്നവരുടെ അതേപോലെ ഒരു കോലം. അങ്ങനെ മാഡം വളരെ ഗാംഭീര്യമായിട്ട് കയറിയിരിക്കുന്നു. ശേഷം ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ടു. ആ സമയത്ത് ഒരു അഹങ്കാരിയെ പോലെ മാഡം അവിടെ നിന്നിട്ട് നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് മാഡം പറഞ്ഞു, ഗുഡ് ബോയ്, ഇത് കൂടി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എന്തോ എടുത്ത് തന്നു. അത് എന്തോ ഒരു ചെറിയൊരു പൈസയായിരുന്നു. അത് മടക്കി വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യം കാണാൻ സാധിച്ചില്ല. ആ പൈസ ഞാൻ കയ്യിലേക്ക് വെച്ചു. അങ്ങനെ ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, ആ സമയത്ത് ഇവിടെ വന്നോളാം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടു. ഞാൻ അവിടേക്ക് തിരിച്ചിറങ്ങിയപ്പോൾ ആ ഒരു തന്ന പൈസ ഞാൻ നോക്കി. അതെനിക്ക് അവർ തന്ന ഒരു ടിപ്പായിരുന്നു. ആ സമയത്തിനെ ഞാനത് നോക്കുമ്പോൾ ചെറിയൊരു 500-ൻ്റെ നോട്ടായിരുന്നു. അപ്പം തന്നെ മാഡത്തിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ടൈമിൽ എന്താ പറയുക, എനിക്ക് ഇത്രയും നാളായിട്ടും ആരും 500-ൻ്റെ നോട്ട് ഞാനിതിൽ കണ്ടിട്ട് പോലുമില്ല. അത് മാഡം എടുത്ത് പെട്ടെന്ന് എനിക്ക് കയ്യിലേക്ക് തന്നെയായിരുന്നു. ഞാൻ അതുമായിട്ട് മുറിയിലേക്ക് പോയി ആ പൈസ എൻ്റെ പേഴ്സിനകത്തേക്ക് വെച്ചു. ശേഷം ഞാൻ നേരെ കയറി കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴായിരുന്നു മാഡം വീണ്ടും എന്നെ എവിടേക്ക് വിളിക്കുന്നു. അത് നേരിട്ട് വന്നല്ലായിരുന്നു, ഫോണിലൂടെയാണ് വിളിക്കുന്നത്. ആ സമയത്ത് അവിടേക്കൊന്ന് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് അവിടേക്ക് നടന്നു. ആ നിമിഷം എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നിയുള്ളൂ. കാരണം എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയണമല്ലോ, അതുകൊണ്ട് മാത്രമായിരുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് മാഡം ആ ഒരു സോഫയിൽ ഇരിക്കുകയായിരുന്നു. അത് ഏകദേശം 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ല സോഫയായിരുന്നു. അതുകൊണ്ട് തന്നെ മാഡം ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ബാലു ഇവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പതുക്കെ അവിടേക്ക് ചെന്നിരുന്ന സമയത്ത് തന്നെ മാഡം പറഞ്ഞു, അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വിരോധമില്ലല്ലോ? ഈ രാത്രിയിൽ പിന്നെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ വേറെ നിവർത്തിയില്ല, അതുകൊണ്ടാണ് ഈ സമയത്ത് വിളിച്ചത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല മാഡം, പറഞ്ഞോളൂ, ഞാൻ കേട്ടിരിക്കാം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ കേട്ടിരിക്കാം എന്ന് പറയുന്ന മാത്രം മറുപടിയല്ല എനിക്ക് വേണ്ടത്. കാര്യങ്ങൾക്ക് ഒരു അഡ്വൈസ് എന്ന പോലെ എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, മാഡം, എനിക്കാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മാഡം എൻ്റെ കയ്യിലേക്ക് ഒരു ഫോൺ ക്യാമറ എടുത്തു തന്നു. നീ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കിയേ, ഇത് വെച്ചിട്ട്. ഇത് എനിക്കെൻ്റെ ജ്യേഷ്ഠൻ കൊടുത്തു വിട്ടതാണ് പുറത്തുനിന്ന്. അത് ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. നിനക്കിത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് അത്യാവശ്യം നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ യൂസ് ചെയ്ത് ആദ്യം ഒരു ചെറിയ ഒരു പൂവിൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് ഞാൻ കളിതമാശയെന്ന പോലെ അതെടുത്തു. ആ സമയത്ത് തന്നെ അവരെന്നെ വിളിച്ചു, നീ എന്തിൻ്റെ ഫോട്ടോ എടുക്കുന്നത്? എന്നോട് അതെടുക്കാനാണോ ഞാൻ പറഞ്ഞേ? മാഡം അത് പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, പിന്നെ എന്ത് ഫോട്ടോ ആണ് മാഡം ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല മാഡം എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. എൻ്റെ കുഞ്ഞെ, ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ എടുക്കാനാണ്, അല്ലാതെ കണ്ട പൂവിൻ്റെ പട്ടിയുടെ ഫോട്ടോ ഒന്നും എടുക്കാനല്ല. എൻ്റെ 4-5 ഫോട്ടോ എടുത്താൽ എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഫോട്ടോഗ്രാഫറൊന്നും അല്ലെങ്കിലും മാഡത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മാഡത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തോ ആ സമയത്ത് എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കൈ ഇങ്ങനെ ഷേക്കായി പോകുന്നു. അത് കണ്ട സമയത്ത് മാഡം എന്തോ കലിപ്പിക്കുന്ന കണക്ക് എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, മാഡം, എനിക്ക് ആദ്യമായിട്ടാണ് എന്ന് ഞാൻ പറയുമ്പോൾ മാഡം പറഞ്ഞു, പെട്ടെന്നാവട്ടെ എന്ന് എന്നെ ഒന്ന് ഉഷാറാക്കി. ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ ഫോട്ടോസും എടുക്കാനായിട്ട് നോക്കി. മാഡം, ചില കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്.
ചിലത് കിട്ടുന്നില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. എല്ലാം നന്നായിട്ട് എടുക്കണേ കുട്ടാ എന്ന് മാഡം എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഓരോന്നോരോന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാഡത്തിന് ഞാൻ പല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തങ്ങനെ കൊടുത്തു. അങ്ങനെ ആ ദിവസത്തെ രാത്രിയിൽ ഫോട്ടോസും കാര്യങ്ങളുമായിരുന്നു. ഈ ഒരു കഥയുടെ 2ാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവർക്കും പുതിയൊരു കഥയുമായിട്ട് കാണാം കേട്ടോ.